ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. വെറും 4 ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. 1/2 ലിറ്ററാണ് കേട്ടോ ഞാൻ പാലെടുത്തിരിക്കുന്നത്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാല് തിളച്ച് തുടങ്ങുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതാ മുകളിൽ കാണുന്ന ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ്. കുക്കിംഗ് ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. ഇതൊരു 1/2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ മിൽക്കി ബാർ നമ്മുടെ അടുത്തുള്ള കടകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. ഒരു 20 രൂപയുടെ ഒരു 2 പാക്കറ്റ് മിൽക്കി ബാർ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്നങ്ങ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് പാലിൽ നന്നായിട്ട് അലുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു 1/4 ഗ്ലാസ് പാല് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ, ആ പാലിലേക്കാണ് കേട്ടോ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കട്ടയില്ലാതെ കലക്കി നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത ചോക്ലേറ്റൊക്കെ നന്നായിട്ട് അലുത്തിട്ടുണ്ട്. നന്നായിട്ട് അലുത്ത ശേഷം വേണം കേട്ടോ കോൺഫ്ലോർ ചേർക്കാൻ. കോൺഫ്ലോർ ചേർത്താൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുപോലെ തീ കുറച്ച് വെക്കാനും ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ മാത്രമേ പിന്നെ വെക്കാവുള്ളൂ. കോൺഫ്ലോർ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് ആ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച രുചി മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ചേർത്ത ഉടനെ തന്നെ നമ്മുടെ പാല് തിക്കാവാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. നല്ല സ്റ്റീൽ പാത്രം, അടി കുറച്ച് സ്മൂത്തായിട്ടുള്ള ഏത് സ്റ്റീൽ പാത്രത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അരിപ്പയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുഡിംഗ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. എന്തെങ്കിലുമൊക്കെ കട്ട കിടന്നാൽ നമ്മുടെ ആ പുഡിങ്ങിന് ആ ഒരു സ്മൂത്ത്നെസ് അത്ര ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിന് ചുരുങ്ങിയത് ഒരു 5 മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഡിമോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ആണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ഞാനിവിടെ റെഡ് കളർ എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ ഇതങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്